അച്ചൻകോവിൽ കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം തുറന്നു. ആദ്യ ദിനത്തിൽ ലഭിച്ചത് 70,000 രൂപയുടെ വരുമാനം. കഴിഞ്ഞ വർഷം സീസൺ പൂർത്തിയാക്കാതെ അടച്ച ജലപാതത്തിൽ തിങ്കളാഴ്ച മുതലാണ് സഞ്ചാരികളെ പ്രവേശിപ്പിച്ചു തുടങ്ങിയത്. തമിഴ് സഞ്ചാരികളുടെ ഇഷ്ട ജലപാതങ്ങളിലൊന്നാണിത്. രൂപയാണ് കുംഭാവുരുട്ടിയിലെ ആദ്യ ദിവസത്തെ വരുമാനം. 750 സഞ്ചാരികൾ എത്തിയപ്പോൾ പ്രവേശന ഫീസ്, പാർക്കിംഗ് ഫീസ് ഇനങ്ങളിലായാണ് വരുമാനം ഉയർന്നത്. സാധാരണ തിങ്കളാഴ്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ തിരക്ക് കുറവായിരിക്കും. എന്നാൽ കേരള തമിഴ്നാട് അതിർത്തിയിലെ കുംഭാവുരുട്ടി എല്ലാ സീസണിലും തമിഴ് സഞ്ചാരികളുടെ തിരക്ക് കൊണ്ട് ശ്രദ്ധേയമാണ്. അപകടാവസ്ഥ ഒഴിവാക്കാനായി വെള്ളച്ചാട്ടത്തിന് താഴ്ഭാഗത്ത് വലകെട്ടി തിരിച്ചിട്ടുണ്ട്. സ്ത്രീകൾ കുളിക്കുന്ന സ്ഥലത്ത് ആഴമുള്ള ഇടത്തേക്ക് ഇറങ്ങുന്നത് ഒഴിവാക്കാൻ കയറും കെട്ടിത്തിരിച്ചു. ഫയർഫോഴ്സ്, സിവിൽ ഡിഫൻസ് പരിശീലനം ലഭിച്ചിട്ടുള്ള താൽക്കാലിക വാച്ചർമാരും VSS അംഗങ്ങളുമാണ് സഞ്ചാരികളെ നിയന്ത്രിക്കുന്നത്. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 25 രൂപയുമാണ് പ്രവേശന ഫീസ്. ഇപ്പോഴും ഉച്ചയ്ക്ക് ശേഷം നല്ല രാവിലത്തെക്കാളും കൂടുതൽ തിരക്ക് ഉച്ചയ്ക്ക് ശേഷം വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താണ് പറയാ, സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇത്തിരി ഇതുണ്ട്. ശരിക്കും ആൾക്കാർക്ക് കയറി വരാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അത്രേ ഉള്ളൂ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. 2 സീസണുകളായി ജലപാതത്തിൽ സഞ്ചാരികളെ കൃത്യമായി പ്രവേശിപ്പിക്കാത്തത് വനംവകുപ്പിന് കോടികളുടെ നഷ്ടമുണ്ടാക്കിയിരുന്നു. ടൂറിസ്റ്റുകളുടെ പ്രവാഹമാണ്. നല്ല രീതിയിലുള്ള സുരക്ഷാ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇതേതാണ്ട് 1 മാസം മുമ്പ് ചെയ്തിരുന്നെങ്കിൽ ഏതാണ്ട് ലക്ഷങ്ങളുടെ വരുമാനം നമുക്കുണ്ടായേനെ. നല്ല രീതിയിലുള്ള ഈ പ്രവർത്തനം നാടിനും വനംവകുപ്പിനും ഒക്കെ നല്ല ഉപകാരപ്രദമാകട്ടെ. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ ഒരു വെള്ളച്ചാട്ടമാണിത്. അതിനകത്ത് കാണാൻ തമിഴ്നാട്ടിൽ നിന്നും തൂത്തുക്കുടിയിൽ നിന്നുമൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരാണ് വരുന്നത്. പാർക്കിംഗ് സൗകര്യമാണ് ഇച്ചിരി കുറവായിട്ട് കാണുന്നത്. സുരക്ഷ കുറെ കൂടെ ഒരുക്കി കുറെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയിരുന്നെങ്കിൽ ഏറ്റവും ഉപകാരമായിരുന്നു. പുനലൂരിൽ നിന്ന് അലിമുക്ക് അച്ചൻകോവിൽ പാതയിൽ 45 കിലോമീറ്ററോളം യാത്ര ചെയ്തും ആര്യങ്കാവ് വഴി ചെങ്കോട്ട, മേക്കര, കോട്ടവാസൽ പാതയിൽ 30 കിലോമീറ്റർ യാത്ര ചെയ്തും കുംഭാവുരുട്ടിയിലെത്താം. இதுல நல்ல ஒரு மக்கள் பூரா இப்பதான் நாங்க வர்றோம், அங்கிட்டு போயிட்டு எல்லாம் வர்றோம். நல்லா இருக்கு. நீங்க எந்த ஊர்ல இருந்து? நாங்க காரைக்குடில வர்றோம். காரைக்குடில வர்றோம். சிவகங்கை மாவட்டம் காரைக்குடி. சிவகங்கைன்னு சொன்னாவே பெருசா அதிரும். ஆனா இருந்தாலும் தண்ணி சூப்பரா வருது, நல்லா இருக்கு. நாங்க ஃப்ரெண்ட்ஸ் பூரா எல்லாம் வர்றோம். സമീപത്താണ് മണലാർ വെള്ളച്ചാട്ടവും അച്ചൻകോവിൽ അയ്യപ്പ ക്ഷേത്രവും ഉള്ളത്. വെള്ളച്ചാട്ടങ്ങളിൽ കുളിക്കാൻ വനംവകുപ്പിന്റെ വെബ്സൈറ്റ് വഴി ഓൺലൈൻ ബുക്കിംഗും ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തെന്മല.